ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സമ്മറൈസ്ഡ് വ്യൂ ആണ്. ഷോർട്ട് ഫിലിം എല്ലാവരും ടെക്സ്റ്റിൽ നിന്നിട്ടുള്ള ലിങ്ക് വഴി കാണുക. നമ്മൾ തീംസ് ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്തതാണ്, ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും പറഞ്ഞതാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ സമ്മറിയും ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറയണത്. ഇതൊരു ഷോർട്ട് ഫിലിമാണ്. മോനിഷ മോഹൻ മേനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, എഴുതിയത് അവർ തന്നെയാണ്. അവരാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ലവ്, ഐഡൻറ്റിറ്റി, സൊസൈറ്റിയൽ ആക്സെപ്റ്റൻസ് ഓഫ് ക്യൂർനെസ് ആ ഒരു തീമിൽ നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഇറ്റ് ഈസ് അബൌട്ട് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഗേൾസ്, അപ്പു അതുപോലെ തന്നെ എന്താണ് ഇഷ. ഈ രണ്ടുപേരും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പു എന്നുള്ള ക്യാരക്ടറിൻ്റെ എന്താണ് സെയിം സെക്സിലുള്ള ഒരു ലേഡിയോടുള്ള അട്രാക്ഷൻ കാണിക്കുന്ന ഷോർട്ട് ഫിലിമാണ്. ദ ഫിലിം ടെൽസ് ദ സ്റ്റോറി ഓഫ് അപ്പു പ്ലേഡ് ബൈ അനഘ ആൻഡ് നറേറ്റീവ്സ് ഹെർ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി ആൻഡ് ലവ് ആൻഡ് ഹാർട്ട് ബ്രേക്ക്. അവരുടെ തന്നെ ഈ അപ്പുവിൻ്റെ ലൈഫിൽ നടക്കുന്ന സെൽഫ് ഡിസ്കവറി, പുതിയ പുതിയ കാര്യങ്ങൾ അവൾ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ സ്നേഹം വേറൊരാളായിട്ട്, അതൊരു സ്ത്രീയായിട്ടാണ് അവൾക്ക് കണക്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്നിട്ടുണ്ടാവുന്ന ഹാർട്ട് ബ്രേക്ക് ലെസൺസ്, അതൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഈ അപ്പു എന്നുള്ള ക്യാരക്ടറിന് എന്താണ് ഗേൾസുമായിട്ടുള്ള അട്രാക്ഷൻ. അവരൊരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ജെൻഡർ ഇതിൽ വരുന്നതിൽ ലെസ്ബിയൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് ഗേൾസിനോട് അട്രാക്റ്റഡ് ആവുകയാണ്. അങ്ങനെ ഒരു ഇഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ അവരായിട്ട് അട്രാക്റ്റഡ് ആവുകയാണ്. അവരുടെ റിലേഷൻഷിപ്സ്, അവരുടെ ലവ് ഗ്രോ ചെയ്യുന്നത്, അവരുടെ മൊമെൻറ്റ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ചാലഞ്ചുകൾ, അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ്, അങ്ങനെ പല പല കാര്യങ്ങളും കാണിക്കുകയാണ്. അപ്പോൾ ഒരാൾ റിലേഷൻഷിപ്പിലാവുന്നതും ആ റിലേഷൻഷിപ്പ് എപ്പോഴും വർക്കാവില്ല, അങ്ങനത്തെ എപ്പോഴും വർക്കാവണം അല്ലെങ്കിൽ വർക്കാവണം എന്നുള്ള നിർബന്ധമില്ല, അങ്ങനത്തെയൊക്കെ തീംസ് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണത്. ഓക്കെ, ഇതിനകത്ത് എന്താണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ലൈസ് ഇൻ അൺഫ്ലിഞ്ചിങ് പോർട്രേറ്റ് ഓഫ് ക്യൂർ റിലേഷൻഷിപ്പ് ആസ് ഒത്തൻറ്റിക് ആൻഡ് മൾട്ടിഫ്ലെക്ചഡ്, അവോയ്ഡിങ് ഐഡിയലൈസേഷൻ ഓർ സ്റ്റീരിയോടൈപ്പിംഗ് ഓഫൺ സീൻ ഇൻ മീഡിയ. ഒരുപാട് മീഡിയാസിൽ, ഒരുപാട് സിനിമകളിലും ഇങ്ങനെയുള്ള ആളുകളെ ഒരു എന്താണ് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണിക്കാറ്, അല്ലെങ്കിൽ അവരൊരു സൊസൈറ്റിയിലൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്ന ആളുകളായിട്ട് കാണിക്കാറ്. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. ഇത് അവരുടെ ഒരു ലൈഫ്, അവരുടെ ലൈഫും ഒരു വാല്യൂ ഉള്ളതാണെന്ന് കാണിച്ചു തരുന്നൊരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒരു തരം സ്റ്റീരിയോ ടൈപ്പിങ്ങും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഗേളിൻ്റെ റിലേഷൻഷിപ്പുകൾ കാണിക്കുന്ന ഒരു ഫിലിമാണ്. മോനിഷ മോഹൻ uses her directional powerness to capture raw emotions of love and loss. ലവ് അതേപോലെ തന്നെ ലോസ്, ഈ രണ്ട് തീംസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഈ ഡയറക്ടർ ഒരുപാട് ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പല എന്താ പറയുക, പല സീനുകളും, സെപ്പറേഷൻ, അതുപോലെ തന്നെ പരസ്പരം ഒന്നിച്ചാവണം എന്നുള്ള ആഗ്രഹം, പക്ഷേ സൊസൈറ്റിയിലെ പ്രശ്നം കൊണ്ടാവാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിക്കാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാരക്ടേഴ്സിനെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക, അപ്പു ആൻഡ് ഇഷ. ഓക്കെ, ദെൻ ക്യാരക്ടേഴ്സ്. അപ്പു എന്നുള്ള ക്യാരക്ടറാണ്. അവരൊരു ഡാൻസറോ എന്നിട്ടുമാണ്. സോ അവർക്ക് ഈഷ എന്നുള്ള ഒരാളെ ഇഷ്ടമാവുകയാണ്, ഒരു ഗേൾ തന്നെയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് ഇഷ്ടത്തിലായിട്ട് കുറച്ച് കാലങ്ങളൊക്കെ അവർ സ്നേഹം ഇതിൽ ഇൻവോൾവ് ആയിട്ട് തന്നെ നടക്കുകയാണ്, റിലേഷൻഷിപ്പിലായിട്ട് നടക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ അത് ബ്രേക്ക്ഡ് ആവുകയാണ്. സോ അതെങ്ങനെയാണ് ഈ ബ്രേക്ക് ആവുന്നത്, അങ്ങനത്തെ ഈ സൊസൈറ്റിയുടെ പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് ഇഷ ഒരു സിംഗറാണ് ഇതിനകത്ത് ക്യാരക്ടറിൽ. സോ ഇവരും ഇയാളുടെ ലവറാണ്. എന്നിട്ട് ഇതിന് ശേഷം ഇവരുടെ പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞ തീമുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നോർമലൈസിങ് ക്യൂർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, സെയിം സെക്സ് റിലേഷൻഷിപ്പിനെയാണ് ക്യൂർനെസ് എന്ന് പറയുക. ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ വരുന്ന, LGBTQ വരുന്ന ഒരു അംബ്രല ടേമാണ്. സോ ഇതിനകത്ത് എന്താണ്, നോർമലൈസ് ചെയ്യാണ് ഹോമോസെക്ഷുവാലിറ്റീനെ പറ്റിയിട്ട്. ഓക്കെ, അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ നോർമൽ അല്ല, അബ്നോർമൽ ആണ് എന്നുള്ളൊരു ടോപ്പിക്ക് ജനറലി സൊസൈറ്റിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനൊരു തോട്ട് വേണ്ട, നോർമലായിട്ട് തന്നെ ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് തോന്നുന്നത് ഇതിൽ വരുന്നത് ഒരു തീമാണ്. അതുപോലെ തന്നെ ഇംപെർമനൻസ് ഓഫ് റിലേഷൻഷിപ്പ്. എല്ലാ റിലേഷൻഷിപ്പുകളും പെർമനൻ്റ് ആയിട്ട് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു ആളാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് മാറി വേറെ രീതിക്ക് പോകും. ഇതിനകത്ത് ഈ അപ്പു ഇഷ എന്നുള്ള ക്യാരക്ടർ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുമെങ്കിലും ഭയങ്കര സോൾമേറ്റ് ആണെന്ന് പറയുമെങ്കിലും പല പ്രോബ്ലംസും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് അവസാനം വേറെ രീതിക്ക് പോകുന്നുണ്ട്, എൻഡ് ആവുന്നത് വരെ ഉണ്ട്. സോ അതും എന്താണ്, നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ പാർട്ടാണ്. ആ തീമും ഇതിനകത്ത് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ സോഷ്യൽ, ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഈ അപ്പുവിൻ്റെ അമ്മയുടെ ക്യാരക്ടർ ഉണ്ട്. ഈ അമ്മയുടെ ക്യാരക്ടർ വളരെ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല, ഭയങ്കര ഈ അപ്പുവിനെ പ്രകൃതി വിരോധി അങ്ങനെയൊക്കെ വിളിക്കുന്നൊരു ടേംസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് സൊസൈറ്റിയിലുള്ള പണ്ട് കാലത്തുള്ള ആളുകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഈ അമ്മയുടെ ക്യാരക്ടർ. അപ്പോൾ സൊസൈറ്റിയിലുള്ള കമൻറ്ററീസും ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത ഇങ്ങനത്തെ ആളുകളെ, സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒരേപോലുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷനെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്.